എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ലോകം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് വെറുമൊരു ക്രിക്കറ്റ് മത്സരത്തിനല്ല, മറിച്ച് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികവും സമാനതകളില്ലാത്തതുമായ ഒരു അധ്യായത്തിനാണ്. തോൽവി മുന്നിൽ കണ്ട 18ാം ഓവറിൽ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ മുട്ടുകുത്തിച്ച ശേഷം മൈതാനമധ്യത്തിലൊരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരയുന്ന ജസ്പ്രീത് ബുംറയെ കണ്ട് ഗാലറി ഒന്നാകെ നിശബ്ദമായി. എന്നാൽ ആ കണ്ണുനീരിനു ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തത് കായിക ചരിത്രം എക്കാലവും ഓർമ്മിച്ചുവെക്കുന്ന ഒരു വലിയ ഹൃദയത്തിന്റെ കഥയാണ്. ഇംഗ്ലണ്ട് ടോസ് നേടി ഇന്ത്യയെ ബാറ്റിംഗിനയച്ചപ്പോൾ വാങ്കഡയിലെ പിച്ചിൽ സംഭവിക്കാൻ പോകുന്നത് റണ്ണുകളുടെ ഒരു വൻ സുനാമിയാണെന്ന് ആരും കരുതിയിരുന്നില്ല. സഞ്ജു സാംസൺ എന്ന ഇതിഹാസം തീപ്പൊരി പാറും വിധം അടിച്ചുകൂട്ടിയ 89 റൺസും ശിവം ദുബെയുടെ നിർണായകമായ 46 റൺസും ചേർന്നപ്പോൾ ഇന്ത്യ പടുത്തുയർത്തിയത് 253 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ്. ലോകത്തിലെ ഏത് വമ്പൻ ടീമും ഒന്ന് പകച്ചുപോകുന്ന ഈ സ്കോറിന് മുന്നിൽ ഇംഗ്ലണ്ട് തകർന്നടിയുമെന്ന് ക്രിക്കറ്റ് പണ്ഡിതർ പോലും വിധിയെഴുതി. ജസ്പ്രീത് ബുംറയുടെ തീതുപ്പുന്ന യോർക്കറുകൾക്കും അർഷദീപ് സിംഗിന്റെ മാന്ത്രിക സ്വിംഗിനും വരുൺ ചക്രവർത്തിയുടെ സ്പിൻ വലയത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നത് അസാധ്യമായിരുന്നു. എന്നാൽ അവിടെയാണ് 22 വയസ്സുകാരനായ ജേക്കബ് ബെഥൽ എന്ന ഇംഗ്ലീഷ് യുവതാരം ഒരു കൊടുങ്കാറ്റായി അവതരിച്ചത്. വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നിട്ടും പാറ പോലെ ഉറച്ചുനിന്ന ബെഥൽ വെറും 48 പന്തിൽ നിന്നും 105 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ സ്റ്റേഡിയം ഒന്നാകെ നിശബ്ദമായി. മത്സരം കൈവിട്ടു പോകുകയാണെന്ന ഭയം ഇന്ത്യൻ ക്യാമ്പിൽ പടർന്നു. അവസാന 3 ഓവറിൽ ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 46 റൺസ്. ക്രീസിൽ നിൽക്കുന്നത് അപകടകാരിയായ സാം കരനും ജേക്കബ് ബെഥലും. സ്റ്റാൻഡ്സിലിരുന്ന രോഹിത് ശർമ്മയും സാക്ഷാൽ MS ധോണിയും ശ്വാസം അടക്കിപ്പിടിച്ചിരുന്ന ആ നിമിഷത്തിലാണ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പന്ത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൗളറെ ഏൽപ്പിക്കുന്നത്. അതെ, ജസ്പ്രീത് ബുംറയായിരുന്നു അത്. മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതിയ ആ 18ാം ഓവർ തുടങ്ങുകയാണ്. ആദ്യ പന്ത് തന്നെ സാം കരനെ കാഴ്ചക്കാരനാക്കിയ കൃത്യതയാർന്ന യോർക്കർ ഡോട്ട് ബോൾ. 2ാം പന്തിലും അതേ യോർക്കർ ലെങ്ത്, കഷ്ടിച്ചൊരു റൺ മാത്രം. 3ാം പന്തിൽ സ്ട്രൈക്കിലെത്തിയ ബെഥലിന് നേരെ ബുംറയുടെ സ്ലോവർ ഡിപ്പിംഗ് യോർക്കർ, വീണ്ടും 1 റൺ. 4ാം പന്തിൽ കരന്റെ ഷോട്ട് മിഡ് വിക്കറ്റിലേക്ക്, 2 റൺസ്. 5ാം പന്തിലും 6ാം പന്തിലും വീണ്ടും ബുംറയുടെ പെർഫെക്റ്റ് യോർക്കറുകൾ, ഓരോ റൺസ് മാത്രം. ഈ നിർണായക ഓവറിൽ വെറും 6 റൺസ് മാത്രം വിട്ടു നൽകി ബുംറ ഇംഗ്ലണ്ടിന്റെ നടുവൊടിച്ചു. തുടർന്ന് 19ാം ഓവറിൽ 9 റൺസ് മാത്രം നൽകി ഹാർദിക് പാണ്ഡ്യയും അവസാന ഓവറിൽ 30 റൺസ് പ്രതിരോധിച്ച് ശിവം ദുബെയും ഇന്ത്യക്ക് സമ്മാനിച്ചത് 7 റൺസിന്റെ ഐതിഹാസിക വിജയമാണ്. മത്സരം അവസാനിച്ചയുടനെ വാങ്കഡയിൽ കണ്ടത് ഹൃദയം നുറുങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. 253 റൺസ് അടിച്ചിട്ടും തോൽവിയുടെ വക്കിൽ നിന്നും ടീമിനെ ഒറ്റയാൽ പോരാട്ടത്തിലൂടെ തിരികെ കൊണ്ടുവന്നതിന്റെ വൈകാരിക ഭാരത്തിൽ ബുംറ പിച്ചിന്റെ നടുവിൽ മുട്ടുകുത്തി ജേഴ്സി കൊണ്ട് മുഖം മറച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഓടിയെത്തിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബുംറയെ നിലത്തുനിന്നെടുത്ത് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. എന്നാൽ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് നടക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഔദ്യോഗിക പ്രസന്റേഷൻ സെറമണിയിൽ 89 റൺസിന്റെ മാസ്മരിക ഇന്നിംഗ്സ് കളിച്ച സഞ്ജു സാംസനെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിനായി വേദിയിലേക്ക് ക്ഷണിച്ചു. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സഞ്ജു പറഞ്ഞ വാക്കുകൾ ലോകത്തെ ആകെ അമ്പരപ്പിച്ചു. കണക്കുകൾ പ്രകാരം ഞാനായിരിക്കും ഈ അവാർഡിന് അർഹൻ. എന്നാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ അവകാശി ഞാനല്ല, ജസ്പ്രീത് ബുംറയാണ്. ആ 18ാം ഓവറിൽ അദ്ദേഹം കാഴ്ചവെച്ചത് ഒരു ദൈവീക അത്ഭുതത്തിന് തുല്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സഞ്ജു തന്റെ മാൻ ഓഫ് ദി മാച്ച് ട്രോഫിയും പ്രൈസ് മണിയും സ്വന്തം കൈകൊണ്ട് ബുംറയ്ക്ക് നൽകി. വാങ്കഡെ സ്റ്റേഡിയം ഒന്നാകെ എഴുന്നേറ്റ് നിന്ന് ആ വലിയ മനസ്സിന് കൈയടിച്ചു. ഈ അവിശ്വസനീയ താഴ്ച കണ്ട ബുംറയുടെ കണ്ണുകൾ വീണ്ടും ഈറനണിഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ മൈക്കിന് മുന്നിലെത്തിയ ബുംറ പറഞ്ഞ വാക്കുകൾ ഇന്ന് ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെയാണ് പടരുന്നത്. ക്രിക്കറ്റിൽ അവാർഡുകൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. എന്നാൽ ഒരു സഹതാരം കാണിക്കുന്ന ഈ വലിയ മനസ്സ് അതിനേക്കാൾ വിലപ്പെട്ടതാണ്. സഞ്ജു ഇന്ന് ചെയ്തത് ഒരു വലിയ മനുഷ്യന്റെ പ്രവൃത്തിയാണ്. 253 റൺസ് അടിച്ചിട്ടും ഞങ്ങളുടെ ടീമിലെ ഒരാൾക്കുപോലും അഹങ്കാരമുണ്ടായിരുന്നില്ല. ഇതാണ് ഇന്ത്യയുടെ സംസ്കാരം. നമ്മളൊരു കുടുംബമാണ്, ബുംറ വികാരാധീതനായി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരെ പോലും വിറപ്പിക്കുന്ന ബുംറയുടെ ഈ എളിമയും സഞ്ജു സാംസന്റെ സഹജീവി സ്നേഹവും ലോകത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ഇനി ഇന്ത്യയുടെ മുന്നിലുള്ളത് സാക്ഷാൽ ന്യൂസിലൻഡിനെതിരായുള്ള ഫൈനൽ പോരാട്ടമാണ്. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ അവസാന ഓവറിൽ 8 റൺസ് പ്രതിരോധിച്ച ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലൻഡിനുമെതിരെ സൂപ്പർ ഓവറുകളിൽ ഇന്ത്യയെ ഒറ്റയ്ക്ക് വിജയത്തിലെത്തിച്ച ജസ്പ്രീത് ബുംറ എന്ന വജ്രായുധം നമ്മുടെ കൈവശമുള്ളപ്പോൾ ഏത് കൊലകൊമ്പന്മാരും ഒന്ന് ഭയക്കും.
ആ ഒരു ഫൈനൽ മൊമെന്റിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, സഞ്ജു സാംസൺ തന്റെ പുരസ്കാരം ബുംറയ്ക്ക് നൽകിയ ആ വലിയ മനസ്സിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൗളർ ബുംറ തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ ഒത്തൊരുമയും ആവേശവും നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാക്കിയെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.